ഹലോ. നമ്മൾ ഇന്നലെ ഗോൾസിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് കുറച്ച് പേര് അത് കണ്ടു. അതിലൊരു ഗോൾസ് ഒന്ന് കമൻറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി ആളുകളുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ കരുതി. ഇപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു, നമുക്കൊരു ഗോള് ഉണ്ടെങ്കിൽ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഗോളിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു സംഭവം കൂടിയുണ്ട്. അതിനെ നമുക്ക് എന്താ വിളിക്കുക, സ്ട്രാറ്റജി എന്ന് വിളിക്കാം. നമ്മൾ ചെയ്യണ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നു എന്നുള്ള ഒരു 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 സ്ട്രാറ്റജി. ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണ ആദ്യത്തെ ടൂൾ. അപ്പോൾ നമ്മൾ ഗോൾ എഴുതുന്നതിനോട് ഒപ്പം തന്നെ നമ്മൾ കൂടെ ചിന്തിക്കേണ്ട ഒരു സാധനമാണ് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമ്മൾ ഈ സ്ട്രാറ്റജിക്കലി ചിന്തിക്കുക എന്നൊക്കെ പറയുന്നത്, നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇത്ര റവന്യൂ ഉണ്ടാക്കണമെന്ന് ഗോള് നമുക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ, ടാർഗറ്റ് KPI സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ എത്തിപ്പെടാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് ആ റവന്യൂ ഉണ്ടാക്കാം എന്ന് ആലോചിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ ലൈഫിലും. നമ്മൾ ഏത് ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, ഏറ്റവും വലിയ കാര്യങ്ങളായിക്കോട്ടെ, നമ്മളങ്ങനെ ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാനൊരു വഴി വേണം. ആ ഒരു സ്ട്രാറ്റജി അത് നമ്മൾ ചിന്തിക്കണതാണ് ആദ്യം. അത് ചിന്തിച്ചതിന് ശേഷം നമ്മൾ മനസ്സിൽ നമ്മൾ തന്നെ ഒരു പ്ലാനാക്കി ആ പ്ലാനിനെ ഒരു എക്സിക്യൂട്ടീവ് ലെവലിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ രീതി, അതിനെ എല്ലാം കൂടിയിട്ട് നമുക്ക് പറയുന്ന പേരാണ് സ്ട്രാറ്റജി. അപ്പോൾ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ഞാനെപ്പോഴും പറയാം, നിങ്ങളൊരു ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യരുത്. ലൈഫിൽ നമുക്ക് വലിയ വലിയ ഗോളുകൾ ഉണ്ടായിരിക്കണം. അത് ഫൈനാൻഷ്യലി ആയിക്കോട്ടെ, കരിയറിലായിക്കോട്ടെ, നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾ ലൈഫിൽ നിൽക്കുന്നത് അതിന് അവിടെ നിന്ന് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5x ലെവലിലേക്കെങ്കിലും എത്തിക്കാൻ പറ്റാവുന്ന ഗോളുകൾ സെറ്റ് ചെയ്താലേ നമുക്കതൊരു ഗോളായിട്ട് തോന്നുള്ളൂ. ആ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ റെഗുലർ ഡേ ബൈ ഡേ ആക്ടിവിറ്റീസ് നമ്മൾ ഗോളാക്കി വെക്കേണ്ട കാര്യമില്ല. ഡേ ബൈ ഡേ ആക്ടിവിറ്റീസിനെല്ലാം നമ്മുടെ ഒരു റുട്ടീനാക്കി മാറ്റേണ്ട റുട്ടീനാക്കിയിട്ടാണ് നമ്മൾ മാറ്റേണ്ടത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ലൈഫിൽ അച്ചീവ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ സ്ട്രാറ്റജി ഉപയോഗിക്കാറുണ്ടോ എന്നൊന്ന് പറയാമോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ താഴെ സ്ട്രാറ്റജി എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി, ഫോർ എക്സാമ്പിൾ, കമ്മ്യൂണിക്കേഷൻ എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു ചലഞ്ചായിരുന്നു ഒരു സമയത്ത്. ആ കമ്മ്യൂണിക്കേഷൻ എന്ന ഒരു ചലഞ്ചിനെ ഞാൻ ഓവർകം ചെയ്തത് എങ്ങനെയാണെന്നും അതിന് എന്തൊക്കെ സ്ട്രാറ്റജീസ് ഞാൻ ഉപയോഗിച്ചു എന്നുള്ളതും ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടിടാം. എനിക്ക് നിങ്ങളും ആ ഒരു സ്ട്രാറ്റജിക്കലി ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഒരു സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക്കലി വിഷയങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ ഗോൾസിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് ലൈഫിൽ ഒത്തിരി നെക്സ്റ്റ് ലെവലിൽ ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറയുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഒരാൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ലൈഫിൽ എല്ലാം നമുക്കങ്ങനെ മോഡൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആ ഒരു പീക്ക് പെർഫോമൻസിനെയൊക്കെ പറ്റി പഠിക്കുമ്പോൾ ആ ഒരു പീക്ക് പെർഫോമൻസ് അച്ചീവ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫ്ലോ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റിൽ എത്താനായിട്ട് ഓരോ മനുഷ്യന്മാരും എടുത്തിരിക്കുന്ന സ്റ്റെപ്പുകൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കി അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റുമെന്നാണ് ഈ ന്യൂറോ സയൻസ് എല്ലാം സ്റ്റഡീസ് എല്ലാം പറയണത്. കാരണം ഇഫ് എ പേഴ്സൺ ക്യാൻ ഡു വൺ തിങ്, റെസ്റ്റ് ഓഫ് ദ വേൾഡ് ക്യാൻ ഡു ഇറ്റ്. ഇഫ് എ പേഴ്സൺ ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. അത് ഒരു പ്രാക്ടിക്കൽ സിനർജിയാണ്. ഞാനത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ പല ബിസിനസ്സുകളിലും നമ്മൾ അറിയണത്, നമ്മൾ അതിനെപ്പറ്റി പഠിക്കുമ്പോൾ, മറ്റുള്ള ആളുകൾ എങ്ങനെ ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ, അതിൻ്റെ ഒരു വേർഷൻ, അല്ലെങ്കിൽ അതിൻ്റെ നമ്മളുടെ ലൈഫിൽ പ്രാക്ടിക്കലായിട്ടുള്ള സൂട്ടബിളായിട്ടുള്ള ഒരു വേർഷനാക്കി മാറ്റിയിട്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെറായിൽ തന്നെയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്, ഗോളുണ്ടായ പോരാ, ഗോളിന് ഒരു സ്ട്രാറ്റജി ഉണ്ടാവണം. അപ്പോൾ ആ സ്ട്രാറ്റജി ഒരു സബ്ജക്റ്റിൽ ഞാൻ ഉപയോഗിച്ച സ്ട്രാറ്റജി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പം അത് നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് ഷെയർ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കത് ഒരു സമയം വേസ്റ്റ് ചെയ്യേണ്ടത് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ സ്ട്രാറ്റജി എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ ഞാൻ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു സബ്ജക്റ്റായിരുന്നു. കാരണം ഞാൻ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ എനിക്ക് വെറും സാധാ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നുള്ളൂ. ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഒരു 5-10 വർഷം എടുത്തു ഞാനതൊരു കോൺഫിഡൻ്റ്ലി ആ കമ്മ്യൂണിക്കേഷൻ്റെ ഇതിനെ ബീറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ അതിൽ ഓരോന്നിലും ഞാൻ സ്ട്രാറ്റജിക്കലി അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, സ്ട്രാറ്റജിക്കലി ഞാനതിനെ ടാക്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
നിങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ മണി മേക്കിങ്ങിലാണെങ്കിൽ, ഇപ്പോൾ വെൽത്ത് ക്രിയേഷനിലാണെങ്കിലും എനിക്ക് എൻ്റേതായ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജി എന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ഒരു സബ്ജക്റ്റിൽ ഇപ്പോൾ നെറ്റ്വർക്കിങ് ഒരു സ്ട്രാറ്റജിക്കലി ഞാൻ അപ്രോച്ച് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഞാൻ പഠിക്കുക എന്നുള്ളതിൽ എനിക്കൊരു സ്ട്രാറ്റജി ഉണ്ട്, പുസ്തകം വായിക്കുക എന്നുള്ളതിൽ എനിക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ സ്ട്രാറ്റജി എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എനിക്ക് ഒരു ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് വെതർ എന്തോ ആയിക്കോട്ടെ അതിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. സ്ട്രാറ്റജി എന്തിനെ പറ്റിയിട്ടാണ് അറിയേണ്ടതെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതും കൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ വീഡിയോ ചെയ്യാൻ പറ്റും. പ്രകൃതി എന്ത് മനോഹരമാണല്ലോ. ഇന്നും ഞാൻ ആ ഒരു ബീച്ച് സൈഡിലാണ് എൻ്റെ താമസം. ഞാനിത് ജസ്റ്റ് അക്രോസ് ദ റോഡാണ്. അപ്പോൾ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. രാവിലെ ഞാനൊന്ന് നടക്കാൻ പോയി അങ്ങനെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ സ്ട്രാറ്റജി എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ സ്ട്രാറ്റജിക്കലി ലൈഫിനെ അപ്രോച്ച് ചെയ്യാമെന്നുള്ള കാര്യം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.